വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന മഹിളാ മോർച്ച നേതാക്കൾ. രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് അധികാരം കിട്ടാനുള്ള ബില്ലിനെ എതിർത്ത കോൺഗ്രസ് ഇടത് സഖ്യത്തിനെതിരെ വടകരയിൽ 25-ന് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ ബില്ല് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു. 33% സംവരണം സ്ത്രീകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബില്ല്. ഈ ബില്ലിനെ പരാജയപ്പെടുത്തുക എന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി നമ്മൾ രാജ്യവ്യാപകമായി നടത്തുന്നുണ്ട്. നമ്മൾ വടകരയും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇപ്പോൾ 25-ാം തീയതി ഈ വരുന്ന 25-ാം തീയതി വടകര വെച്ചിട്ട് നമ്മൾ ആ പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്യാണ്. നമ്മളെ പ്രദേശത്തുള്ള മുഴുവൻ മഹിളകളെയും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും നമ്മൾ നേരിൽ കാണും, സംസാരിക്കും. കാരണം വനിതകൾക്ക് കിട്ടേണ്ട കുറേ അവകാശങ്ങളാണ് ഈ ബില്ലിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോ വനിതകളോടും നമ്മൾ ഓരോരുത്തരായിട്ട് തന്നെ സംസാരിക്കും. എന്നിട്ട് ഈ പ്രതിഷേധ പരിപാടികളിലേക്ക് എല്ലാ വനിതകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രതിഷേധം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പാർട്ടിയിലുള്ള ആൾക്കാർ എന്നുള്ളതല്ല, അതിന് പുറമെ നമ്മളെ പ്രധാനപ്പെട്ട പല വനിതകളെയും നമുക്ക് കാണാനുണ്ട്. അവരോടൊക്കെ കൂടെയും നമ്മൾ കാണണം, സംസാരിക്കണം. എന്നിട്ട് ഏത് തരത്തിൽ ഈ പ്രതിഷേധത്തെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മളൊന്നും കൂടെ ആലോചിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ബില്ല് പാസ്സാകുന്നതാണെങ്കിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ഈ വനിതകൾക്ക് ഈ ബില്ല് പാസ്സാകുന്ന കുറേ വിഷയങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് പാസ്സാകുന്നതാണെങ്കിൽ ഇതിനെ കൊണ്ട് ഈ പറഞ്ഞ വനിതകൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? വനിതകൾക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ കാണുന്നത് കുടുംബത്തിൽ നിന്ന് മാത്രം ഉള്ള പെണ്ണുങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ വനിതകൾക്ക്. കാരണം അച്ഛൻ നേതാവായതുകൊണ്ട് മകള് നേതാവാകുക, അല്ലെങ്കിൽ അമ്മ നേതാവായതുകൊണ്ട് മകള് നേതാവാകുക എന്നുള്ളൊരു കുടുംബ രാഷ്ട്രീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്ത്രീകൾക്ക്, സാധാരണ പൊതുപ്രവർത്തനത്തിന് നമ്മളെ മലബാർ മേഖലകളിലൊക്കെ ഉള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനമായിട്ട് നല്ല കണക്ഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ പോലെയുള്ള, എന്നെപ്പോലെയുള്ള, അല്ലെങ്കിൽ ശോഭേച്ചിനെ പോലെയുള്ള നമ്മളെപ്പോലുള്ള എല്ലാവർക്കും പൊതുരംഗത്തേക്ക് ഇറങ്ങാനും മത്സരിക്കാനും എല്ലാം ഉള്ള ഒരു അവസരമായിരുന്നു ഇതിനെ കൊണ്ട് വരാൻ പോകുന്നത്. ആ ഒരു അവസരമാണ് ഇവർ നിഷേധിച്ചിട്ടുള്ളത്. ഈ സീറ്റ് സംവരണം കൊണ്ട് ഈ പറഞ്ഞ കുടുംബത്തിന് അധികാരം അല്ലെങ്കിൽ അത് ഒഴിവാന്നുള്ള കണക്കാക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ ഉറപ്പായിട്ടും വരുമല്ലോ, ഉറപ്പായിട്ടും വരും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഈ BJP-യിൽ മിക്ക ആൾക്കാരും ഏതെങ്കിലും സീരിയൽ നടി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രിറ്റികളാണ്. ഈ താഴെക്കടയിൽ നിന്നുള്ള എത്ര ആൾക്കാരെ ഇതിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്? താഴെക്കടയിൽ നിന്നുള്ള എത്ര ആൾക്കാർ, ഒരുപാട് ആൾക്കാർ മത്സരിച്ചിട്ട്. ഇപ്പം നവ്യ ഹരിദാസ് ഒരിക്കലും കുടുംബ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതല്ല. മഹിളാ മോർച്ചേൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് ഇതേപോലെ സാധാരണ താഴെക്കടയിൽ നിന്ന് വന്നിട്ട് ഇലക്ഷന് മത്സരിച്ച് മേലേക്ക് വന്ന ആൾ തന്നെയാണ്. അപ്പം അതുപോലെ എത്രയോ സാധാരണക്കാർക്ക് വരാനുണ്ട്. ഇനി സെലിബ്രിറ്റി ആയിപ്പോയത് എന്ന് കാരണം കൊണ്ട് ഒരാൾക്ക് മത്സരിക്കാൻ പാടില്ല എന്നില്ലല്ലോ. അവർക്കും മത്സരിക്കാമല്ലോ. അവർ സിനിമയിൽ മാത്രം പോകണമെന്നില്ല. അവർക്കും പൊതുരംഗത്ത് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഉറപ്പായിട്ടും വരാം. എത്രയോ പുരുഷന്മാർ വരുന്നില്ലേ? സ്ത്രീകൾക്ക് വന്നാലെന്താ?